ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റിൽ. അപ്പം എനിക്ക് അതിനുള്ള സമയം കിട്ടാതെ പിന്നെ അത് ചെയ്യാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വെണ്ടയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെണ്ടയ്ക്ക ഉണ്ടായി, നിറയെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ ഈ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഓണമായി വരുമായതുകൊണ്ട് ഞാൻ എല്ലാം വെട്ടിക്കളയാതെ നിർത്തിയേക്കണേയാണ്. ഓണത്തിന് നമുക്ക് പൂക്കളം ഇടാമല്ലോ. അപ്പോൾ വൈകുന്നേരം അവർക്ക് ഇത് ഇന്നലെ ഉണ്ടാക്കി കൊടുത്ത കോണാണ് കേട്ടോ, പോപ്കോണ്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ 2 പാത്രത്തിലിരിക്കണ ഒരെണ്ണം അവന് സ്നാക്സിന് വേണ്ടി കുറച്ച് കൊടുത്തു വിട്ടതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ഇന്ന് കൊടുക്കണ്ട എന്നോർത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ഡേറ്റ് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് സാൻഡ്വിച്ച് ആക്കി കൊടുക്കാമെന്നോർത്തു. മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് ഒന്നുമില്ല ബ്രെഡിന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റേ ബ്രെഡ് വെച്ച് നോക്കുമ്പോൾ ഹെൽത്തി ആണല്ലോ എന്നുള്ള ആശ്വാസം. അപ്പോൾ ഞാൻ മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാറ് വീട്ടിൽ. പണ്ടൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല മയണൈസ്. പിന്നെ അത് എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് അറിയില്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഈസിയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്ഥിരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. കാരണം പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ മയണൈസ്. ഈ നമ്മുടെ ഈ ബ്രൗൺ ബ്രെഡ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമല്ലായിരുന്നു. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് ആ ബ്രെഡ് കിട്ടാൻ വേണ്ടിയാണ്. ദച്ചുകുട്ടി ഇതേ ചീസ് തിന്നാൻ വന്നിട്ടുണ്ട്. ദച്ചുകുട്ടിക്ക് ചുമ്മാ ചീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ഈ അവളുടെ മുഖത്ത് ലൈറ്റ് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭയങ്കര സൺലൈറ്റ് വൈകുന്നേരം അകത്തേക്ക് ഈ അടുക്കളയിൽ കൂടെയും പിന്നെ ലിവിങ് റൂമിലിരിക്കുമ്പം അവിടെയൊക്കെ ജനലിൽ കൂടെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ കാണുന്ന കണ്ടില്ലേ നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള വെട്ടമാണ്. പിന്നെ ബ്രെഡ് ദച്ചുകുട്ടിക്കുള്ളത് ആദ്യം ആക്കി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവൾക്ക് സോസ് ഞാൻ വെക്കുന്നില്ല, ചീസും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട്. പിന്നെ മയണൈസ് വേണമെന്ന് ചോദിച്ചു ഞാൻ. ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമാവാറില്ല മയണൈസ്, കൊടുക്കാറുമില്ല. അപ്പോൾ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇച്ചിരി മയണൈസും തേച്ച് കൊടുത്തേ. കഴിക്കുമോയെന്നറിയില്ല. അവൾക്ക് സാധാരണയായിട്ട് ചുമ്മാ ക്യാരറ്റും ചീസും മാത്രം വെച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം ആൾക്ക്. ചീസ് തിന്നാൻ വേണ്ടിയാണ് മെയിനായിട്ട് തിന്നുന്നത്. പിന്നെ വിശക്കുവാണെങ്കിൽ മാത്രം ബ്രെഡും കൂടെ കഴിക്കും കേട്ടോ. അപ്പം ദച്ചുകുട്ടിക്ക് അങ്ങനെ കൊടുത്ത് അത് സെറ്റാക്കി അവളെ വിട്ടു. അത് കഴിഞ്ഞാലേ പിന്നെ ചേട്ടനുള്ളത് ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കുള്ളൂ ആൾ. അതുകൊണ്ടാണ്. അപ്പം അവൾക്ക് 2 കൊടുത്തു. ചൂടോടെ ബ്രെഡ് വെച്ചില്ലെങ്കിൽ ആ ചീസ് അങ്ങ് മെൽറ്റാവില്ല. അപ്പോൾ അവൾ അതുപോലെ തന്നെ ചീസ് എടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ ചീസിലേക്ക് മറ്റേ ബ്രെഡ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കണതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ മിക്കപ്പോഴും കുക്കുംബർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് കുക്കുംബർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രം വെച്ചു. ക്യാരറ്റും കുക്കുംബറും വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ആൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ചീസ് കടിച്ചുകൊണ്ട് നിൽക്കണതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ചീസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചീസ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഒന്നും കൂടെ കടിച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആൾ പോയി. ഇനി അടുത്ത ചേട്ടനുള്ളത്, അതിനകത്ത് ഞാൻ കുറച്ച് സോസും വെച്ച് മയണൈസും വെച്ച് ചീസും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഈ ബ്രൗൺ ബ്രെഡ് അവന് തന്നെ വേണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അതിന് അടിയായിരിക്കും ഇവിടെ. പിന്നെ ദച്ചുവിനിപ്പോൾ അങ്ങനെ വേണം എന്നില്ല കേട്ടോ, അതുകൊണ്ട് അവന് തന്നെ കൊടുത്തു അത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പോകുന്നതെന്ന് വെച്ചാൽ അവനെ സ്വിമ്മിങ്ങിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് അവനെ സ്വിമ്മിങ്ങിന് പതുക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. സ്വിമ്മിങ്ങിന് വിട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഓൾറെഡി വെള്ളമേ മൊത്തത്തിൽ പേടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നു. ഓട്ടോയിൽ ഊബർ പിടിച്ചിട്ട് ആണ് ഞാൻ പോയത്. ദച്ചുകുട്ടീനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ആദ്യം അവൻ ബേബി പൂളിലാണ് ഇറങ്ങിയത്. ബേബി പൂളിൽ ഇപ്പോൾ കുഴപ്പമില്ല, അവന് പേടിയൊന്നുമില്ല, അതിൽ കുഴപ്പമില്ല. അവർക്ക് പറ്റുന്ന വെള്ളമുള്ളൂല്ലോ അതിൽ. ഇപ്പോൾ അതിൽ നിന്ന് മാറി വലിയ പൂളിലാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിലൊരു 2 റൗണ്ട് ഒന്ന് ഇതുപോലെ നീന്തിയതിന് ശേഷം, നീന്തലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബോഡിയിലേ ആയിട്ടുള്ളൂ, ഒന്നും പഠിച്ച് റെഡി ആയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം കൂടെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും പഠിപ്പിക്കണം എന്നോർത്തു. അപ്പം നമുക്കിപ്പോൾ അടുത്ത് കിട്ടിയതുകൊണ്ട് ഇത് ഇത്രയും നല്ല സൗകര്യത്തിൽ കിട്ടിയപ്പോൾ എന്തായാലും പഠിപ്പിക്കാം എന്നോർത്തിട്ട് നമ്മൾ വിട്ടതാണ്. അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ പോവാനായിട്ട്. കുറേ പഠിക്കുന്നുണ്ട്. പിന്നെ ആദ്യം വാമപ്പ് സെഷനൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അവർ ഇറക്കിയത്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ദച്ചുകുട്ടിയും കൂടെ പോയി ഇന്ന് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നോട് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞു. അവരും എന്നോട് പറഞ്ഞു ഇറക്കിക്കോന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ണി അത് അറ്റത്ത് വരെ
അറ്റത്ത് വരെ ഇന്നാണ് ആദ്യമായിട്ട് നീന്തിപ്പോയത്. അപ്പം ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വീഡിയോ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തതാണ് ഫുൾ അങ്ങ് അറ്റത്ത് എത്തുന്നത് വരെ. അപ്പോൾ അവിടെ വരെ പോകാൻ അവന് പേടിയായിരുന്നു, കാരണം അങ്ങ് എത്തുന്തോറും ഭയങ്കര ആഴമുണ്ട്, നല്ല താഴ്ചയുണ്ട്. കാരണം ഇത് വലിയവരുടെ പൂളാണല്ലോ. കുട്ടികളെ എന്നാലും അവർ ഇതിൽ തന്നെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. പിന്നെ അവർ ട്രെയിനേഴ്സ് എല്ലാവരും അതിനകത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് സേഫ്റ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അവന് ഉള്ളിൽ വെള്ളത്തിനോടുള്ള പേടി കാരണം ആണ് ഈ ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ പോയിട്ട് ഫുൾ ആളെ അങ്ങോട്ട് എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ധൈര്യത്തിൽ പേടി മാറി കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കൊരു കുഴപ്പമില്ല, പേടിയൊക്കെ മാറി. പിന്നെ കാലൊക്കെ മുട്ടും മടക്കിയൊക്കെയാണ് അടിക്കുന്നത്, അത് മടക്കാതെ നിവർത്തി വേണം. പിന്നെ നമ്മൾ ആദ്യമാണല്ലോ എന്ന് ഓർത്ത് കുഴപ്പമില്ല, അവൻ ഇങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണേ. താങ്ക് യു. അപ്പോൾ താങ്ക് യു.